അൻവറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു UDF എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ള രീതി കൂടി ഉണ്ടെന്ന് തോന്നുന്നതിനകത്ത്. അങ്ങനെ വന്നാൽ മാത്രമേ അതായത് സതീശൻ വേറെ എല്ലാം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിലെ മറ്റുള്ളവരെല്ലാം മൗനം പാലിച്ച് അല്ലെങ്കിൽ ചാഞ്ചാടി നിന്നപ്പോഴും സതീശൻ എന്നൊരാളുടെ നിലപാട് കാരണമാണ് അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാകുന്നതും VD സതീശനും അതുപോലെ തന്നെയാണ് ആ സ്ഥാനാർത്ഥികളെ പോലെ തന്നെയാണ് VD സതീശനും നിർണായകമാകുന്നത്. മാത്രമല്ല രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഭാവി എന്ത്, അല്ലെങ്കിൽ കാര്യം നിയമസഭാ ഇലക്ഷന് വളരെ കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ. അതിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു എന്താ കാര്യം, രമേശ് ചെന്നിത്തല, K സുധാകരൻ, മാത്രമല്ല KPCC പ്രസിഡന്റ് മാറിയൊരു ഘട്ടത്തിൽ കൂടി അവരും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന സാധിക്കും. KPCC പ്രസിഡന്റ് ഡെഫിനറ്റ്ലി VD സതീശനൊപ്പമാണ്. പക്ഷേ സുധാകരനെ പോലെ, രമേശ് ചെന്നിത്തല പോലുള്ള പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സ് എല്ലാവരും തന്നെ VD സതീശനിൽ നിന്ന് മാറി നിൽക്കുന്നു. ജമാഅത്തെ അഫിലിയേഷൻ വന്നതിലൊക്കെ വ്യത്യാസമാണ് നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ VD സതീശൻ എടുത്ത നിലപാടുകൾ മാത്രമാണ് ശരിയോ തെറ്റോ എന്ന് അറിയാൻ പോവാണ്. ഒരു പിണറായിസമാണ് ഇപ്പോൾ കോൺഗ്രസ് കണ്ടുവരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ സതീശനെ അതായത് ആ രീതിയിലേക്ക് മുൻപൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വൃന്ദം, അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ പടയൊരുക്കം നടത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇത്രയും നിർണായകമാണ്. നേരത്തെ നമ്മൾ പറയുന്നത് രമേശ് ചെന്നിത്തല അടക്കം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ്, ചുറ്റുമുള്ളവരെ കൂടി അതിനകത്ത് പരിഗണിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ശബ്ദമുയർത്താനുള്ള ഇതുണ്ടായിരുന്നു. നമുക്ക് ചെന്നിത്തലയെ കുറിച്ച് അറിയാം, അദ്ദേഹം ശക്തനായ നേതാവ് തന്നെയാണ്. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞു ലോക്സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്റ്റാൻഡ് അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടത് ഈ നിലമ്പൂർ വിഷയം വന്നപ്പോഴാണ് സതീശന്റെ ഗ്രാഫ്, അതായത് പെട്ടെന്നൊരു അദ്ദേഹത്തിന്റെ തീരുമാനത്തോടെ തന്നെ നേരത്തെ പറയുന്നത് തന്നെ ഒറ്റയടിക്ക് ഞാൻ പറയുന്നതാണ് കാര്യം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. അതിന് നേരത്തെ പറയുമ്പോൾ സുധാകരൻ അടക്കം, അതായത് അദ്ദേഹത്തെക്കാൾ മുതിർന്ന കെ സുധാകരൻ അടക്കം ഒന്ന് അയേണ്ടി വന്നിട്ടുണ്ട്. അതായത് പരസ്യമായ വിമർശനങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ പക്വമായ രീതിയിൽ ഇപ്പോൾ ഇതിനു വേണ്ടി ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ KPCC അധ്യക്ഷന് പോലും അതിനകത്ത് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അടക്കം അൻവറിന്റെ കാര്യത്തിൽ ഒരു ചാഞ്ചാട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി നിലപാട് പറയാൻ പറ്റിയിട്ടില്ല. എന്നാൽ VD സതീശൻ ഇവിടെ നേരത്തെ പറയുന്നത്, നേരത്തെ അൻവർ വേണ്ട എന്നുള്ള രീതിയിൽ അതിന്റെ ഫലമായിട്ടാണ് അൻവർ തിരിച്ചടിച്ചത്. VD സതീശനെ പറയാനൊന്നുമില്ല, അത്രയ്ക്കും രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഇലക്ഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമസഭാ ഇലക്ഷന് തന്നെ ഏറ്റവും വലിയ നിർണായകമാകാൻ പോകുന്നൊരു സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്? ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ എന്തായാലും വോട്ട് ചെയ്യാൻ പൊക്കോണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ കുറച്ച് പേര് ഏതെങ്കിലും പരമ്പരാഗതമായിട്ട് പാർട്ടിയിൽ തന്നെ ഇടണം എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അവസാന നിമിഷം വരെ സ്വാധീനിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ രാഷ്ട്രീയം പ്രത്യേകിച്ച് ഇല്ലാത്തവർ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നോക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേര് കൂടിയുണ്ട്. അപ്പം ആ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴായിരിക്കും ഒരുപാട് ചിത്രങ്ങൾ കടന്നു പോകും. അപ്പോൾ അവിടെയാണ് നിർണായകമാകാൻ പോകുന്നതെന്ന് നമുക്ക് പറയാം.